ബേസിലെ സന്തോഷം എത്ര പറഞ്ഞില്ല. ഇവനെ സമീർ ഖാനെ കാണുമ്പോൾ സമീർ ഖാൻ പറയാ അവൻ ലൊക്കേഷനിൽ വന്നിരുന്നിട്ട് ഈ വീഡിയോ എല്ലാരും കൊണ്ട് കാണിക്കും. അത് മാത്രമല്ല ഇടയ്ക്ക് നോക്കിയിരുന്നു. അതിനൊരു ഭാഗ്യം വേണമല്ലോ നായികയായിട്ടും അദ്ദേഹത്തിന്റെ നാളെ മുതൽ വലിയ അടുത്തൊന്നും കാണിക്കുന്ന അമ്മൂമ്മയാണ്. ഇന്നുവരെ ഭാര്യയായിട്ട് നിന്ന് നാളെ എന്റെ അമ്മൂമ്മയാണ്. പിന്നെ ഇദ്ദേഹം നന്നായിട്ട് വെളുത്തിട്ടാണല്ലോ, പിന്നെ എന്റെ നിറത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അവസാനം റോണക്സ് പറഞ്ഞ് ചെന്നൈയിൽ പോലും ഈ ബ്ലാക്ക് കിട്ടാനില്ല, അത് കൊത്ത സിനിമ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ DQ-നും വേണം, 2 സ്ഥലത്ത് ഒരേ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് എന്നോടൊക്കെ പറയും ഒരു 2 കട്ട കുറച്ചോ, ചിലതൊന്നും ഒരു 8 കട്ട കൂട്ടിക്കും. തരുന്ന പൈസക്കുള്ള അഭിനയം മതി. തരുന്ന പൈസക്കാണെങ്കിൽ അഭിനയമേ വേണ്ട. പേരിട്ടത് ഈ പ്രോഗ്രാമിന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ഇന്റർവ്യൂവിൽ മണ്ടത്തരങ്ങളൊന്നും പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടിരിക്കണം. ടൈലന്റ് ഇന്റർവ്യൂ ശ്രീനിവാസൻ. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ കാലം കാത്തുവെച്ച നിഗൂഢതകളുടെ അകമ്പടിയേറ്റുന്ന ചിയോതികാല വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ടീം ARM. അജയന്റെ 2ാം മോഷണം. വെൽക്കം. എനിക്കറിയാം കുറെ ഇന്റർവ്യൂസ് എടുത്ത് ടയേർഡ് ആയിട്ട് ഇരിക്കുവാണ്. എല്ലാം കുറച്ചുകൂടി സമയം ചോദിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു 3 ക്യാരക്ടേഴ്സ് 3 കാലഘട്ടം. അജയന്റെ 2ാം മോഷണം എനിക്കറിയാം 17ാം നൂറ്റാണ്ടിലെ കേളു, കുഞ്ഞിക്കേളു, 1990-ല് അല്ല 1950-ല് കള്ളൻ, 1990-ല് അജയൻ. നമ്മളങ്ങനെ ടൈം ലൈൻ ഒന്നും പറയുന്നില്ല. നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഇതിനു വേണ്ടി ഒരു റെഫറൻസിന് വേണ്ടി നമ്മൾ അത് വെച്ചു എന്നേ ഉള്ളൂ. സിനിമയിൽ ടൈമും സ്പേസും ഇല്ല. ഞാൻ മറ്റേ ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് ഡേറ്റോ അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഓക്കെ, ആദ്യം തന്നെ ചോദിക്കട്ടെ, 3 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ എന്ത് അജയന്റെ 2ാം മോഷണം? ബാക്കി 2 പേര് എന്തുകൊണ്ടോ? അല്ല, ഇത് അജയന്റെ കഥയാണ്. ബാക്കി 2 ക്യാരക്ടേഴ്സ് സിനിമയെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. കോർ കഥ എന്ന് പറയുന്നത് അജയന്റെ സ്റ്റോറിയാണ്. ഓക്കെ, ടോനു ചേട്ടാ, 3 ക്യാരക്ടേഴ്സ്, ഇത് 3-ൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കണമല്ലോ. നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും ഭാവം കൊണ്ടും ബോഡി ലാംഗ്വേജസ് ആണെങ്കിലും 3ഉം വ്യത്യസ്തമായിരിക്കണം. അപ്പം ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് കുറച്ചുകൂടി ടഫ് ആയിട്ടുണ്ടായിരിക്കും. ഒരു സിനിമയിൽ തന്നെ 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതും ഈ ഒരു സിനിമയും ഇതിന്റെ കഥയും ഇതിൽ 3 കഥാപാത്രങ്ങളും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എന്തായാലും ഇത് തമ്മിൽ യാതൊരു സിമിലാരിറ്റി ഉണ്ടാവണ്ട, ഭയങ്കര ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടിരിക്കണം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഡിസ്കഷൻസ് നേരത്തെ നടക്കണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു 3 സിനിമയെ സമീപിക്കുന്ന പോലെ സമീപിക്കാം, അങ്ങനെ ഷൂട്ട് ചെയ്യണം. ഞാനുള്ളത് ചോദിച്ചു, അങ്ങനെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ക്യാരക്ടർ കഴിഞ്ഞ് അടുത്ത ക്യാരക്ടർ കഴിഞ്ഞിട്ട് അടുത്ത ക്യാരക്ടർ ആണെങ്കിൽ എനിക്കും കുറച്ചുകൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഇവൻ സമ്മതിച്ചു. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ചേട്ടാ അതും പോരാ, നമുക്ക് ഒരു പ്രോപ്പർ ഇതിന്റെ തിയറിയൊക്കെ അറിയുന്ന ഒരു ആക്ടിംഗ് ട്രെയിനർ ആയിട്ടിരുന്ന് നമുക്ക് സംസാരിക്കാം. ലോക്ക്ഡൌൺ ഒക്കെ കഴിയുന്ന സമയത്ത്, ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിളുള്ള ആക്ടിംഗ് മാസ്റ്റർ ക്ലാസ്സസ്, പിന്നെ മാസ്റ്റർ ക്ലാസ് ഡൗൺലോഡ് ചെയ്യുന്നു, പഠിക്കുന്നു. മൈക്കിൾ കെയ്ൻ, സർ മൈക്കിൾ കെയ്ന്റെ ക്ലാസ്സസ് 1973 ക്ലാസ് പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഞങ്ങള് കുറെ നാളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഡിസ്കഷൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് ഇരുന്ന് ചിന്തിക്കാൻ സമയം കിട്ടിയല്ലോ. ആ സമയത്ത് നമ്മൾ എന്തായാലും ഇങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചു. അങ്ങനെയൊക്കെയാണ്. ടെൻഷനും പേടിയും ഉണ്ടായിരുന്നു. കാര്യം അതങ്ങനെ ഒരേ സമയം ഇത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്, അതേ സമയത്ത് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം എഫേർട്ട് എടുക്കണ്ടേ. ഒരു 7 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെ? അത് ചില്ലറ കാര്യമല്ല. എനിക്ക് തോന്നുന്നു നിങ്ങള് കുറച്ച് നാളുകളായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഫ്രണ്ട് സോൺ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ? ഇല്ല, ഫ്രണ്ട് സോൺ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് തമ്മില് 10 വർഷമായിട്ട് അറിയാമെങ്കിലും നമ്മള് ഒരു ബൗണ്ടറി ഉണ്ട്. അത് അങ്ങോട്ടും ഇതാവത്തില്ല, ക്രോസ് ചെയ്തില്ല, തിരിച്ചും ക്രോസ് ആവത്തില്ല. സിനിമ എന്ന് പറയുന്ന പ്രൊഫഷണൽ
രീതിയിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ, സിനിമയെ കുറിച്ച് ഇത് ചെയ്യത്തുള്ളൂ. ആ ഡിലേ വന്നത് അങ്ങനെ വരേണ്ടതായിട്ടുള്ളത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു. പക്ഷെ നമ്മൾ ആ ഒരു ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ അത് 3D ആയതും ഇത്രയും വലിയ ക്യാൻവാസിൽ ചെയ്യാൻ പറ്റിയതും ഒക്കെ ആ ഡിലേ വന്നതുകൊണ്ടാണ്. അത് ഞാൻ ചോദിക്കാൻ വരണം, എന്തുകൊണ്ടായിരുന്നു 3Dനെ കുറിച്ച് ആലോചിച്ചത്? അല്ല, ഇത് സ്റ്റാർട്ടിങ് ഇപ്പൊ ഇതിന്റെ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ജോമോൻ ചേട്ടനും ഷമീർ ചേട്ടനും ഒക്കെ നമ്മൾ കഥ നറേറ്റ് ചെയ്യുന്ന സമയത്ത് അവരാണ് ആദ്യമേ ഈ സിനിമ 3D വന്നാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ 3Dനെ കുറിച്ച് ഞാൻ പഠിച്ചു തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അതൊരു ആക്സിഡന്റലി സംഭവിച്ചതാണെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തിന് മുന്നേ അത് പ്ലാൻഡ് ആയി കിട്ടി. നമ്മളൊരു ടീമുമായിട്ട് സംസാരിച്ചു. അതെനിക്ക് തോന്നുന്നു ഞാൻ വിക്രാന്ത് റോണ എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് അത് ചെയ്ത ആരാണെന്ന്. കാരണം സാധാരണ ഇവിടെ ഇറങ്ങുന്ന മാർവൽ ഫിലിംസും അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഇറങ്ങുന്ന സിനിമകളിൽ നിന്നും ഒക്കെ എനിക്ക് ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ വിക്രാന്ത് റോണയിൽ തോന്നിയായിരുന്നു. അങ്ങനെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യുകയും അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയും പിന്നെ അവരുടെ ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് പോലും ഷോർട്സ് ഒക്കെ പ്ലാൻ ചെയ്തത് പോലും അങ്ങനെയാണ്. അങ്ങനെയാണ് ഫൈനലി ഇതൊരു 3Dയിലേക്ക് ഇറക്കാം എന്നുള്ളൊരു ഇതിൽ വന്നത്. ചേച്ചി, കുമാരിക്ക് ശേഷം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. 2 കാലഘട്ടം ഇതിൽ ചെയ്യുന്നുണ്ടല്ലേ? അപ്പം എന്താണ് റോളിനെ കുറിച്ച്? റോള് മണിയന്റെ ഭാര്യയായിട്ടുള്ള മാണിക്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് ആ ട്രെയിലറിൽ പറയുന്നുണ്ട് അച്ഛൻ വലിയ സംഭവമായിരുന്നു. വളർത്താതെ മമ്മൂട്ടി. പക്ഷെ അതിനൊരു ഭാഗ്യം വേണം അല്ലേ, നായികയായിട്ടും അദ്ദേഹത്തിന്റെ അമ്മൂമ്മയായിട്ടും. നാളെ മുതൽ എന്റെ അടുത്തൊന്നും കാണിക്കുന്ന അമ്മൂമ്മയാണ്. ഇന്നുവരെ ഭാര്യയായിട്ട് നിന്ന് നാളെ എന്റെ അമ്മൂമ്മയാണ് വഴി മാറുന്നുള്ള എന്നുള്ള ഒരു ഇതായിരുന്നു. ജിതിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ടൊവിനോടെ നായികയായിട്ടാണ്. അപ്പൊ ഞാനൊന്ന് ചുമര് ചാടി ഒരു നിമിഷം തരൂ. ചതി ആദ്യം പറഞ്ഞില്ല, അതേതാണ് പറഞ്ഞത്. ടൊവി സമ്മതിച്ചോടാ. സമ്മതിച്ചോന്നല്ല, വേറൊരു കാര്യമുണ്ട് ഇത് അമ്മൂമ്മയായിട്ടും ഉണ്ട്. സുന്ദരി എന്തെങ്കിലും ടൊവിനോക്ക് എത്ര സുന്ദരി. ഇപ്പൊ തൃശ്ശിയൊക്കെയാണ് അദ്ദേഹത്തിന്റെ നായിക. അപ്പോ ഞാൻ ചോദിച്ചു വേറെ ഇങ്ങനെ സൗന്ദര്യപരമായിട്ട് എന്തെങ്കിലും വല്ലതും ചെയ്യുന്നത് കുറച്ച് വെളുക്കണോ? വേണ്ട, സൗന്ദര്യത്തിന് വേണ്ടി 2 നടിമാരെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഒന്ന് കൃതി ഷെട്ടി തെലുങ്കിൽ നിന്ന്, ഐശ്വര്യ രാജേഷ് തമിഴിൽ നിന്ന്, ഇവിടെ രവിമതി. അപ്പൊ തടി വെക്കണം വേണ്ട, നിറം കൂട്ടണോ വേണ്ട, ടൊവിനോയെ ഞാൻ ആ റേഞ്ചിലേക്ക് എത്തിച്ചോളാം. അങ്ങനെ അദ്ദേഹം അത്രയും സുഹൃത്താണ്. എന്ന് നിന്റെ മൊയ്തി എന്ന് പറയുന്ന സിനിമ മുതൽ നമുക്ക് അറിയാവുന്നതും. അന്ന് പാർവതിക്ക് അത് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, പാർവതിക്ക് ഒരു മൊന്തയിൽ ഒരു കത്തും കൊണ്ട് ഞാൻ ഒരു പടിക്കെട്ട് കയറിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അല്ല, അതിനു മുമ്പ് എവിടെ തന്നെ കണ്ടത് മറ്റേ ഇങ്ങനെ കരി എഴുതുന്ന ഒരു ഷോട്ട്. കരിയുണ്ട്, പക്ഷെ ഈ സമയത്താണ് ഞാൻ ചോദിച്ചത്. ഇവര് ഭയങ്കര യോയോ പിന്നെ ഫ്രീക്കം പിള്ളേര് അസിസ്റ്റൻസ്. ഇവനും അർജുനും മേജർ രവി സാറിന്റെ മോനും ഇവര് ഭയങ്കര യോയോസ്. അപ്പോഴേ എനിക്കൊരു ദീർഘദൃഷ്ടി ഉണ്ട്. ഇവനൊക്കെ ചിലപ്പോ പടം ചെയ്യുമായിരിക്കും, ചോദിച്ചേക്കാം. ഇപ്പൊ തന്നെ എടാ നീ പടം ചെയ്യുമ്പോ എന്നെ വിളിക്കോ അന്നേടാന്നൊക്കെ വിളിക്കാം. ഇന്ന് സാറേ അസിസ്റ്റന്റ് അതിന്റെ തൊട്ട് മുകളിലേ മറ്റേ അസോസിയേറ്റ് പണിയായിരുന്നല്ലോ, പൊസിഷൻ എവിടെയായിരുന്നു. അതല്ലേ. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞില്ല, ഞാൻ പടം എടുക്കുമ്പോൾ വിളിക്കും. വെറുതെ പറഞ്ഞതായിരിക്കും. വിഷ്ണു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തമിഴിലുള്ള അവനും പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അതിൽ പറയുന്നുള്ളൂ വാക്കാണല്ലേ ഏറ്റവും വലിയ സത്യം. അതാണ് ആ സിനിമയിൽ അദ്ദേഹം എടുത്തോന്ന് തോന്നുന്നു. ആ വാക്ക് അദ്ദേഹം പാലിച്ചു. ചെറുതായിട്ടൊന്നും അല്ല, വളരെ നല്ല രീതിയിൽ തന്നെ. എത്ര നടിമാർക്ക് പറ്റും ഒരേ സമയം നായികയായിട്ടും അത് ഒരു സിനിമയിൽ തന്നെ അതെങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ല, അതുകൊണ്ട് തന്നെ എന്തോ അങ്ങനെ സംഭവിക്കുന്നു. പക്ഷെ ഇതേപോലെ ഇദ്ദേഹം ആക്ടിങ് ട്രെയിനിങ് എടുത്ത പോലെ ഞാനൊരു ബേസിക്കലി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ആ സമയത്ത്
ജ്യോതിഷ് എം ജി, അദ്ദേഹത്തിന്റെ ഒക്കെ ആക്ടിങ് വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരു വർഷം അദ്ദേഹത്തിന്റെ ഒരു ആക്ടർ ആയിരുന്നു ഞാൻ. പിന്നെ വിനോദ് എന്ന് പറഞ്ഞിട്ട്, വിനോദ് അതിഥി എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ മാസ്റ്ററുണ്ട്. അപ്പം അദ്ദേഹത്തിന് ആ പ്ലേ നടന്നില്ല. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് തോട്ട്സിനെ കുറിച്ചുള്ള ഒരു വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പൊ പിന്നെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എൻ്റെ സൈഡിൽ നിന്നും ഒരു പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ടൂവിന് ആക്ടിങ് ഒക്കെ പഠിക്കണം തുടങ്ങിയിരുന്നു. പിന്നെ നമ്മൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കണമല്ലോ. അപ്പം ആ ഒരു പഠിക്കാൻ വീണ്ടും പോയിരിക്കുന്നു. ഏത് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് അല്ലേ? ആക്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ചലഞ്ചാണ്. പ്രത്യേകിച്ച് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒക്കെ കൂടെയല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും രണ്ടുപേര് വേറെയും ഉണ്ട്, അതുകൊണ്ട് കോമ്പറ്റീഷനും ഉണ്ട്. അല്ല അങ്ങനെയല്ല. പക്ഷെ ഈ മാണിക്യം അത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്. ആ സുജിത്തേട്ടൻ എഴുതിയത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇവരെവിടെ വെച്ചാണ് കണ്ടതെന്ന് വരെ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലൊരു പ്രത്യേക എഴുത്തുള്ള ഒരാളാണ്. എത്രയോ സിനിമ വരികൾക്കിടയിലൂടെ കഥകൾ മറച്ചു വെച്ചിട്ട് ആ ചിയോദിക്കാവ്, അവിടെ മാണിക്യം, മണിയൻ മണി കുലുക്കി വരുന്നത്, അവരുടെ പ്രണയം എന്നൊക്കെ പറയുന്നത് വേറെ തന്നെ രീതിയിൽ നമുക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സിനിമയിൽ അതെങ്ങനെയാന്നൊക്കെ ഉള്ളത് നിങ്ങൾ കാണാം. അങ്ങനെ ഭയങ്കര ഇതെന്നല്ല ഞാൻ പറഞ്ഞത്. ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ കിട്ടുന്നത് നമ്മളുടെ ഒരു വിഷ്വലിനെ കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ടൊവിനോ എന്ന് പറയുന്ന ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഹീറോ എന്നുള്ളതിന് അപ്പുറത്തേക്ക് എനിക്കൊരു തിയേറ്റർ ആക്ടറിന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി, ആ ഒരു ഗിവ് ആൻഡ് ടേക്ക്, ആ രീതിയിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അങ്ങനെയല്ല. അത് അതിന്റെ ഒരു കെമിസ്ട്രി പെർഫോമൻസിൽ അതിൽ നമുക്ക് ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്ന ഒരു ഇത് ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസും ഒന്നുമില്ല. പക്ഷെ എന്നാൽ കൂടി നമുക്ക് പരസ്പരം നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി. പിന്നെ നമ്മൾ അപ്പോ നമ്മൾ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ വളരെ കംഫർട്ടബിൾ ആക്കി. പിന്നെ ജോമോൻ ചേട്ടനാണെങ്കിലും ഞങ്ങളുടെ സീൻസ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് സ്ഥലത്ത് വെച്ചിട്ട് ആണ് ഇത് ചെയ്യുന്നതൊക്കെ. ഒന്ന് ഇങ്ങോട്ട് മാറിയാൽ എൻ്റെ മുടി കൊണ്ട് ഇദ്ദേഹം മറിയും, ഒന്ന് ഇങ്ങോട്ട് പറയാൽ അദ്ദേഹത്തിന്റെ മുടി കൊണ്ട് ഞാൻ മറിയും. പിന്നാണെങ്കിൽ ഒരു ഇരുട്ടും വെളിച്ചവും അല്ലാത്തൊരു വെളിച്ചം. വിളക്കിനിടയിൽ എന്തോ ഒരു വെളിച്ചത്തിന്റെ ഇടയിലാണ് നമ്മുടെ സീൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പം ചെറിയൊരു സാധനം ട്രെയിലറിലുണ്ടല്ലേ? ഉണ്ട്. പിന്നെ ഇദ്ദേഹം നന്നായിട്ട് വെളുത്തിട്ടാണല്ലോ, പിന്നെ എന്റെ നിറത്തിലേക്ക് കൊണ്ടുവന്നതാണല്ലോ അന്ന്. അപ്പൊ ഞാനും അങ്ങ് മേക്കപ്പ് ഇട്ടിരുന്നു. അപ്പൊ ആ സമയത്ത് എവിടെ തൊട്ടാലും തനിനിറം പുറത്തു വരും. നല്ല ചൂട്, നിറച്ച ആൾക്കാര്. ഇതിനിടയിൽ കിടന്നിട്ട് നമ്മള് ഒരു ക്യാരക്ടറിലേക്ക് എന്തായിരുന്നു ഷൂട്ടിന്റെ സമയത്ത് വെറുതെ ഇങ്ങനെ തൊട്ടാ പോവും. പക്ഷെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതെ, കാരണം ഇത്രയുള്ള ഡ്രസ്സേ ഉള്ളൂ മണിയന്. അപ്പം മൊത്തം ദേഹം. അവസാനം റോണക്സ് പറഞ്ഞ് ചെന്നൈയിൽ പോലും ഈ ബ്ലാക്ക് കിട്ടാനില്ല, അത് കൊത്ത സിനിമ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ DQ-നും വേണം, രണ്ട് സ്ഥലത്ത് ഒരേ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ രസകരമായിട്ട്. പിന്നെ സുജിത്തേട്ടനും ഇവരിപ്പോൾ നമുക്ക് ആക്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി തരികയൊക്കെ ചെയ്തപ്പം ആ ക്യാരക്ടറിന് കുറച്ചും കൂടി ഒരു ഭംഗിയൊക്കെ ഉണ്ടായി തോന്നുന്നു. അതിന് നിങ്ങൾക്ക് ആ ഭംഗി എത്രത്തോളം കിട്ടും എന്നിടത്താണ് നമ്മളുടെ ഒരു തള്ളിന്റെ വിജയം. പക്ഷെ മണിയെന്ന് വെച്ചിപ്പം ടീച്ചറില് അമ്മമ്മേനോട് കുട്ടി ചോദിക്കുന്നുണ്ട് ഇനി മണിയന്റെ കഥ എന്താന്ന്. എനിക്ക് തോന്നുന്നു ആ നാട്ടിലെ കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു കള്ളനാണ് മണിയൻ എന്ന് പറയുന്നത്. മണിയൻ ബേസിക്കലി ആ ടീച്ചറിൽ കണ്ടാ അറിയാൻ പറ്റും. ഈ അരയില് ഒരു മണി കെട്ടിയിട്ടാണ് പുള്ളി മോഷ്ടിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ അങ്ങനെ ഒരു മെറ്റഫറിക്കലായിട്ട് വച്ചേക്കുന്നതെന്ന് പറയുന്നത്, മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആരെയും പേടിക്കുന്നില്ല. ഇയാളൊരു ഫിയറാണ്. ഇയാളെ ആൾക്കാർക്ക് പേടിയാണ്. ഫിയറാണ് ഇയാളുടെ ടൈം. മണിയൻ അവിടെ കണ്ടു, ഇവിടെ കണ്ടു. അത് ഈ മണിയടി സൗണ്ടാണ് കേൾക്കുന്നതെന്നാണ് നമ്മള് ഉദ്ദേശിച്ചേക്കുന്നത്. അതൊരു ഫാക്ടറാണ് മണി. അതുകൊണ്ടാണ് മണിയൻ എന്നുള്ളൊരു
അതായത് മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മോഷ്ടിക്കുന്ന മോഷണം അല്ല അതിന്റെ ഒരു ആരെയും അത് ബാക്കി സിനിമ പിടിക്കാമെങ്കിൽ പിടിച്ചോ എന്നുള്ളൊരു സാധനം. പറ്റുമെങ്കിൽ പിടിക്കുന്ന പറ്റുമെങ്കിൽ പിടിക്കും. നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ പിടിക്കും. 3 പേരിൽ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ് മണിയൻ. മണിയൻ. ഞാൻ ആക്ച്വലി അത് ചോദിക്കാൻ വരുമായിരുന്നു, ആരോടെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ തോന്നിയിട്ടുണ്ടായിരുന്നു? Soft corner പക്ഷെ അജയനോടായിരുന്നു. അജയനോടായിരിക്കും. അതിന് കണ്ടാലേ ഒരു പാവത്തിനെ പോലെ ലുക്കൊക്കെ. അജയൻ ഒരു ഹ്യൂമനും മണിയനൊരു അസുരൻ ഇതും കുഞ്ഞിക്കേളു എന്ന് പറയുന്ന ഒരു ദേവനും അങ്ങനത്തെ ഒരു മൂന്ന് ലൈഫ് ഫോംസ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താ സഞ്ജു ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? എൻ്റെ കഥാപാത്രം പോലീസാണ്. ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ്, ചന്ദ്രൻ നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ചന്ദ്രൻ നമ്പ്യാർ ആരുടെ കൂടെ വരുന്നേ? ഏത്? ഞാൻ അജയന്റെ കാലഘട്ടത്തിലാണ്. എന്റെ കാലഘട്ടം ഞാൻ മരിച്ചു പോയി. ഞാനുള്ള അമ്മ പോയി. അജയന്റെ അജയന്റെ കൂടെ പഠിച്ചായിരിക്കാം. അജയന്റെ അതെ അതെ ഇയാളുടെ മനസ്സിലാവുന്ന അതായത് മണിയന്റെ ഫാമിലി ആയിട്ട് പണ്ട് മുതലേ ഇഷ്ടമുള്ള ഫാമിലിയിലുള്ള മകനാണ് ഓക്കെ. ചന്ദ്രൻ എന്ന് പറയുന്ന പോലീസ്. അപ്പോ മണിയന്റെ അടുത്തുള്ള ഹേറ്റ്രഡ് പോലെ തന്നെ എല്ലാവർക്കും അജയനോടും ഒരു അതായത് ആ കുടുംബത്തോട് ഭയങ്കര മൊത്തത്തിൽ ഇഷ്ടമല്ല. വിരക്തിയുള്ള ഒരു കഥാപാത്രമാണ് അത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള രൂപത്തിൽ എനിക്ക് അത് ചെയ്യാനും പറ്റി. അത് ചിലപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ ഏറ്റവും അവസാനം ആ സിനിമയിലേക്ക് വരുന്ന ആൾ ഞാനാണ്. കാരണം ഈ സിനിമയുടെ ഷൂട്ട് കുറേ ആയി, ഈ സിനിമ നടക്കുന്നു എന്ന് അറിയുന്നു, ഇതെല്ലാം നമുക്കറിയാം, നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പം ഇതെല്ലാം നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് തുടങ്ങുന്ന ഇത് ഡിസംബർ 2022 മണിയന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതെ കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വരുന്നതും. ഫസ്റ്റ് ഡേ ഒരു സീൻ തന്നെ അത് ഒരു അതിനകത്ത് ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള ഒരു സീനാണ്. ചന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഏറ്റവും മെയിൻ സീനാണത്. അതെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഫസ്റ്റ് ഡേ തന്നെ ചെന്നപ്പോ ഈ ഒരു സാധനം കണ്ടു. അത് വലിയൊരു സീൻ, അത് ഭയങ്കര ഒരു ക്രൂഷ്യൽ സീനുമാണ്. അപ്പൊ അത് ഫസ്റ്റ് ഡേ വന്ന ഒരു ആക്ടറിനെ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് കുറച്ച് നമ്മുടെ സെറ്റിൽ പോയി 2-3 ദിവസം നമ്മളൊന്ന് യൂസ്ഡ് ആവും. ഇതിനുള്ള നമ്മൾ ക്രാഷ് ലാൻഡ് ചെയ്ത് വരികയാണ്. ഫസ്റ്റ് പോലീസ് സ്റ്റേഷൻ സീൻ എടുത്ത് അതെ. അപ്പൊ ഞാൻ എവിടെ പോയാലും ഞാൻ ഇതിന് റൊഷാക്ക് ചെയ്തപ്പോഴും അതിനകത്ത് അതുപോലെ ഏറ്റവും ഒരു ടഫ് സീനായിരുന്നു ഫസ്റ്റ് ഡേ ഒരു ഷൂട്ട് ചെയ്തത്. അത് ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ ഇത് നമ്മൾ 10 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, പേടിക്കണ്ട, നമുക്ക് അതൊന്ന് സെറ്റ് ആവാനുള്ള സമയമുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഫസ്റ്റ് ഡേ തന്നെയാണ് എടുത്തത്. ഇവിടെ ഇത് തന്നെയാണ് ഫസ്റ്റ് എടുത്തത്. പക്ഷെ അത് എനിക്ക് അതിനകത്ത് വിശ്വാസമുള്ള ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ പറയുന്ന സിനിമയിൽ ഇപ്പം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, പറയാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പം ആക്ടേഴ്സിനോടും പറയാമെങ്കിലും അത് സിനിമയിലില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറയുന്ന ടൈം സോൺ, ടൈം ഏതാണ്, ഏത് കാലഘട്ടമാണെന്നൊന്നും നമ്മൾ കൃത്യമായി പറയുന്നില്ലെങ്കിലും നമുക്കൊരു സാധനം കിട്ടും അതിൽ നിന്ന്. അപ്പൊ അങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ഇപ്പൊ ഈ അജയന്റെ കൂടെ പഠിച്ചായിരിക്കും, അല്ല അജയന് അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു. സിനിമയിൽ കാണിക്കില്ല, ആ കഥ സിനിമയിൽ പക്ഷേ സീനിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അതെന്ന് വെച്ചാൽ അത് നമ്മളോട് എഴുത്തിലെ ഡീറ്റെയിലിംഗിലും ആ നറേഷനിൽ വരുന്ന ഡീറ്റെയിലിംഗിലും നമുക്ക് ആ ഒരു സാധനം തോന്നുകയും അപ്പം നമുക്ക് അതിൽ നിന്നൊരു ഭാവം നമുക്ക് ഫീൽ ചെയ്യും. അപ്പം എനിക്ക് ആ ഒരു ഗെറ്റപ്പ് ഞാൻ ഇതുപോലെ ഞാൻ കുറച്ച് മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു, അതും താടിയൊക്കെ ആയിട്ട് ചെന്ന് എൻ്റെ അടുത്ത് ആ ഒരു രൂപം മാറ്റി വേറൊരു ഗെറ്റപ്പിൽ തന്നെ ആക്കി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കത് പോലീസ് ആ ഒരു വേഷമൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എവിടുന്ന് ഒരു സുഖം തോന്നും. ഇത് ഞാനല്ലല്ലോ, ഞാൻ ഇങ്ങനെ അല്ലല്ലോ എന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് നമുക്ക് ആ ഒരു ധൈര്യം കിട്ടുന്നത്. പിന്നെ ജോമോൻ ടിജോൺ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ടോബിയായിട്ടാണെങ്കിൽ എനിക്ക് ഞങ്ങളൊരു 8 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് മൺസൂൺ മാംഗോസിന് ശേഷം ഞങ്ങൾ വർക്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ നമ്മൾ അന്ന് എത്രയോ കാലത്തെ ഒരു സൗഹൃദം തരംഗത്തിൽ പക്ഷെ 2 ദിവസത്തെ വീഡിയോകൾ. അപ്പൊ അങ്ങനെ ഒത്തിരി നാളിന് ശേഷം നമ്മൾ ഒരുമിച്ച് പെർഫോം ചെയ്യുന്നു. ആൻഡ് അതൊരു വലിയൊരു സിനിമയാണ്. അപ്പോൾ അതിനൊരു മാജിക് ഉണ്ട് ആ സിനിമയ്ക്ക്. ഈ സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ട്. ഈ സിനിമയുടെ മാജിക് എന്ന് പറയുന്നത് ജിതിൻ ഒരു പക്ഷേ 8 വർഷം മുമ്പ് ചെറുതായിട്ട് പ്ലാൻ ചെയ്ത്, അന്നൊരു പക്ഷേ ടൊവിയെ വെച്ചിട്ട് ഇങ്ങനൊരു സിനിമ പ്ലാൻ ചെയ്യാൻ മാത്രമേ നടക്കുള്ളൂ. അത് നടക്കില്ല, കാരണം ഇത്രയും വലിയ ബജറ്റൊന്നും സംഭവിക്കില്ല. പക്ഷെ അന്നും അവരത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അന്ന് നടക്കാൻ. പക്ഷെ ഇന്ന് അത് പറ്റുന്നൊരവസ്ഥയിലാണ്. അത് ടൊവിയെ വെച്ച് അങ്ങനെ പ്ലാൻ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ മലയാള സിനിമയ്ക്ക് ഇങ്ങനൊരു സിനിമയെന്ന് പറഞ്ഞിട്ട് മറ്റ് ഭാഷകളിലേക്ക് കൊണ്ടുചെല്ലാൻ പറ്റും. ഒരു 3D എന്നൊക്കെ പറയുന്ന ഒരു ടെക്നിക്കലി അത്ര സൗണ്ടായിട്ടും VFX-നും ഒക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമ എടുക്കാൻ പറ്റുന്ന അവസരമാണ് മലയാള സിനിമയും. ഇപ്പോൾ ടോബി ആണെങ്കിലും അദ്ദേഹത്തിന്റെ 50ാമത്തെ സിനിമ ഒരു പക്ഷേ എനിക്കൊന്ന് 5ാമത്തെ 68 പ്ലാൻ ചെയ്തതായിരിക്കും. ഗോദ സമയമാകുമ്പോഴും
ഇത്രേ ആയിട്ടുള്ളൂ. പക്ഷെ അതിനെടുത്ത ആ സമയം, ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് വർത്താണ്. അപ്പം അത് അന്ന് എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെ ആവുകയില്ലായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ഇത്ര എക്സ്പെക്ടേഷനോട് ആരും നേരത്തെ 8 വർഷം എടുത്തല്ലോ, എന്റെ സമയമെല്ലാം പോയല്ലോ, അങ്ങനത്തെ റിഗ്രറ്റ് ഇല്ല. അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഗ്രോ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഒരു സമയം ഈ സിനിമയ്ക്ക് വേണ്ടി പാകപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ 50th മൂവി. താങ്ക് യു. ഇത് അറിയുന്നെങ്കിൽ നേരെ മറ്റേ TT50 ഉണ്ടായിരുന്നു പടത്തിന് ആയിട്ട്. അത് വരുന്നുണ്ട്. പേരിട്ടത് ഈ പ്രോഗ്രാമിന് ഞാൻ ചോദിക്കാം, എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഇന്റർവ്യൂവിൽ മണ്ടത്തരങ്ങളൊന്നും പറയരുത്, കുറച്ച് സീരിയസ് ആയിട്ടിരിക്കണം. എന്നിട്ടാ അതാ ഞാൻ ചോദിച്ചത്. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഈ സിനിമ സ്റ്റാർട്ടിനായിട്ട് പറഞ്ഞല്ലോ കുറെ ദിവസം മുന്നേ ഇതിങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് ടോവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ആക്ടർ ഇപ്പൊ ഒരു സൂപ്പർ സ്റ്റാർ ആ ഒരു പദവിയിലേക്ക് ഉയർന്നു. ഒരുപാട് നല്ല നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അസോസിയേറ്റ് അസിസ്റ്റന്റ്, അതിൽ നിന്നൊരു ഡയറക്ടർ ആയിട്ടുള്ള ഒരു ഗ്രാഫും ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആ ഒരു ജേർണി എങ്ങനെയാണ്? ആസ് ഒരു സുഹൃത്തുക്കൾ എന്ന നിലയിൽ ഒരുമിച്ച് ഗ്രോ ചെയ്യല്ലേ, അതിനെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നത്? സൂപ്പർ സ്റ്റാർ എന്നുള്ളതല്ല, ആസ് എൻ ആക്ടർ നമുക്ക് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും, പിന്നെ അത് പുൾ ഓഫ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ബാങ്കബിലിറ്റി ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഞങ്ങളിപ്പോ 2015 14-15 ആ സമയത്താണ്, 14 സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. 14 തന്നെയാണ് മൊയ്തീന്റെ ഷൂട്ട് തുടങ്ങുന്നത്. അതെ, 2014 മൊയ്തീന്റെ ഷൂട്ട് തുടങ്ങിയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങള് കഥയൊക്കെ പറഞ്ഞിരിക്കും. ജോമൻ ചേട്ടൻ ഉണ്ടാവും ചില ദിവസങ്ങളില്. മിക്കവാറും ഞാനും ഇവരും ഷമീറേട്ടനായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. അല്ലേ, നമ്മളങ്ങനെ കുറെ മൊയ്തീനിലാണ് കൂടുതലും ഇരുന്നെങ്കിലും ഈ പറയുന്ന ടൊവിയുടെ ആ ഒരു 10 years ഗ്രോത്ത് എനിക്കിങ്ങനെ മാറി നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. അതിപ്പോ കാണുന്നുണ്ട്. തിരുവനന്തപുരം പോയി കഴിഞ്ഞാൽ ഇവനെ കാണുന്നത് തിരിച്ചു പോയില്ല. തിരുവനന്തപുരം പോയി കഴിഞ്ഞാൽ അവിടെ ആകെ പരിചയമുള്ളത് ഇവനും വിഷ്ണു ഒക്കെ രണ്ടുപേരാണ് ഞാൻ വിളിക്കുന്നുള്ളൂ സ്ഥിരമായിട്ട്. അപ്പൊ ആ ഗ്രോത്തിന്റെ ഒപ്പത്തിൽ തന്നെ നമ്മള് ആസ് ആൻ ആക്ടറും ഒബ്സർവ് ചെയ്യല്ലോ. അപ്പൊ എനിക്കറിയാം ടൊവിയുടെ കംഫോർട്ട് ഏതാണ്, പ്ലസ് ഏതാണ്, മൈനസ് ഏതാണ്, അതെല്ലാം ഞാൻ പഠിച്ചിട്ട് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്നും അല്ലാത്തൊരു ടൊവിനോനെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ട് പറയും നമ്മളോടൊക്കെ. പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, നമ്മൾ ആ രീതിക്ക് എടുക്കുകയും ചെയ്യും. പറഞ്ഞോളൂ, ഇത് എന്നോടൊക്കെ പറയും ഒരു 2 കട്ട കുറച്ചോ, ചിലതൊന്നും ഒരു 8 കട്ട കൂട്ടിക്കോ, അത്ര വേണ്ട. പൈസക്കാണെങ്കിൽ അഭിനയമേ വേണ്ട. അതിനാണെങ്കിൽ മറ്റവർ 2 പേരില്ലേ, പേര് ഞാൻ പറയുന്നില്ല, അവർ എന്റെ റോളും കൂടെ ചെയ്യേണ്ടിയിരുന്നു. 2-3 മണിക്കൂറാണ് ഈ അമ്മൂമ്മയൊക്കെ ആയിട്ട് ഞാൻ വേഷം ഇട്ടിട്ട് വലിയ തുച്ഛം ഗുണവും. അപ്പൊ ഈ അമ്മൂമ്മയുടെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോ ഈ കഴുത്തിലൊക്കെ ഈ മേക്കപ്പ് ഒക്കെ എടുത്ത് നല്ല വെയിലായി. ഈ വെയിലത്ത് ഇതെല്ലാം പൊളിഞ്ഞു വരും. പിന്നെയും പോയി എന്നെ വലിച്ചു വെച്ചിട്ടാണ് ഈ ചുളിവുകളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ പിന്നെയും കൊണ്ടുപോയി എന്നെ മേക്കപ്പ് അങ്ങനെയാണ് അത് ചെയ്യുന്നത്. നമ്മളെന്താ പറഞ്ഞു വന്നത്, ഈ സമയത്ത് ഈ കട്ട കുറയ്ക്കാനും അപ്പൊ നമ്മളെ എങ്ങനെ അദ്ദേഹത്തിന്റെ മാണിക്യമാക്കി എടുക്കാം. നമ്മൾ കുറെ സംഭവങ്ങളും കൊണ്ട്, ഇപ്പൊ ഡൊബിയാണെന്നുണ്ടെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ കുറെ സാധനങ്ങളും കൊണ്ട് പോയി, അതിൽ അദ്ദേഹം കറക്റ്റ് സാധനങ്ങൾ എടുത്ത് അങ്ങനെ ഇത്രയും മതി, എനിക്ക് ഇത്രയാണ് വേണ്ടത്, ബാക്കിയൊക്കെ നിങ്ങൾ വെച്ചോ, ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് അത് അടുത്ത സിനിമയ്ക്ക് മതി എന്ന് പറഞ്ഞല്ലേ. അവൻ തന്ന സ്പേസ് എന്താന്ന് വെച്ചാല് അവൻ ഈ പറഞ്ഞ പോലെ എന്റെ ആസ് എൻ ആക്ടറും ആസ് എ ഫ്രണ്ടും ഇവൻ എന്നെ ഇത്രയും കാലമായിട്ട് അറിയാം. അപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ചില കാര്യങ്ങള് വേണ്ട എന്നുള്ളതാണ്. ഇങ്ങനെ ബ്രോ എങ്ങനെയാണ് അഭിനയിച്ച് തരുന്നതെന്നൊന്നും എനിക്ക് അറിയില്ല.
പക്ഷേ എനിക്ക് ചില സാധനങ്ങളും ബ്രോയുടെ വേണ്ടാന്നുണ്ട്. പക്ഷെ അതിന് അവൻ തന്ന സ്വാതന്ത്ര്യം എന്താ വെച്ചാല് ഈ പറഞ്ഞ വേണ്ടാന്ന് പറഞ്ഞ സാധനല്ലേ അത് വെച്ച് എന്തും ചെയ്യാൻ എനിക്ക് അത്ര സ്പേസ് ആണ് എനിക്ക് തന്നേക്കുന്നത്. ഇത് മാത്രമേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അങ്ങനെയാണ് എനിക്ക് വേണ്ടാന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളത് കിട്ടുമല്ലോ. പിന്നെ അത് പറയുന്ന രീതിയിൽ നമ്മൾ ഒരു ഡീൽ ചെയ്യുന്ന അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇവനെന്ത് റൈറ്ററാണ്. ഇതിന്റെ റൈറ്ററിന് ഈ നമ്മള് സുജിത്തേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇങ്ങനെ അക്രമവും വയലൻസ് ഒന്നും പറ്റൂല. പുള്ളി ഒരു തരത്തിലും മറ്റേ പഴയ സിനിമ പറഞ്ഞ ഉറുമ്പിനെ പോലും അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പക്ഷെ അതായത് ശരിക്കും ഉണ്ടല്ലോ നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണ് സുജിത്തേട്ടൻ ചോദിക്കുക. സുജിത്തേട്ടന്റെ പെരുമാറ്റവും സുജിത്തേട്ടന്റെ കുറച്ചു നേരത്തെ പെരുമാറ്റം കൊണ്ട് ഇയാൾ ഭയങ്കര കളറാണോ ഭയങ്കര അങ്ങനെയാണോ തോന്നുന്നു. കാര്യം അത്രയ്ക്ക് നല്ലതോ പറ്റില്ല. അത് ഇവർ രണ്ടുപേരും രണ്ട് എക്സ്ട്രീമും ഇവർ തമ്മിൽ ഭയങ്കര കെമിസ്ട്രിയാണ്, ഡയറക്ടറും റൈറ്ററും തമ്മിൽ. അപ്പോൾ ഇവരെ കാണുമ്പോൾ ഒരു കാമുകന്മാരെ പോലെ തോന്നി. ഇവര് സൈഡിലൊക്കെ പോയി കുറുകും. ഇവർ കുറുകും. കാരണം വെച്ചാൽ ഇത് ഇനി എന്താ നമ്മൾ ചെയ്യുന്നത് അടുത്തത് അത്രയും പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഇട്ട് വരിക. സുഹൃത്തേട്ടൻ എന്റെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കും, അപ്പൊ ഞാൻ ഇങ്ങനെ പറയും. അപ്പൊ സുഹൃത്തേട്ടൻ ഓടി ചെന്നിട്ട് അത് പറഞ്ഞു കൊടുക്കും. കാരണം എനിക്ക് ആ ഡയലോഗിൽ പറഞ്ഞു കൊടുക്കാൻ സുഹൃത്തേട്ടൻ തന്നെ വേണമല്ലോ. അപ്പൊ ചില സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് സുഹൃത്തേട്ടൻ ആ ഡയലോഗ് വായിക്കുമ്പോൾ അതേ മോഡുലേഷനിൽ കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തു എന്നൊക്കെയുള്ള അതാണ് ഈ ഭയങ്കര രസമാണ് ഇവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി നമുക്ക് കാണാൻ. ഒരു റൈറ്ററും ഡയറക്ടറും എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു ആ ക്യാരക്ടേഴ്സിനെ എന്നുള്ളത് നമ്മളും കൂടെ അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു ഇത് അവരുടെ ഒരു കെമിസ്ട്രി നല്ലതായതുകൊണ്ട് ആക്ട് ചെയ്യുന്നവർക്കും അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ ചേട്ടന്റെ ഇത് പാക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടല്ലോ, അത് വായിച്ചു നോക്കുമ്പോൾ ഈച്ച് ആൻഡ് എവ്രി വൺ എല്ലാവർക്കും ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ് നന്ദി. ഇവൻ ചായ തന്ന ചേട്ടന്മാർക്കും ഡ്രൈവിംഗ് യൂണിറ്റിനും അല്ല എല്ലാവർക്കും ഇങ്ങനെ നന്ദി ഞാന് പറയണം. അവരത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നൊരു തമാശ എന്ന് പറഞ്ഞാല് KGF-ലേക്ക് പോവാം. ഈ പോത്താങ്കണ്ടത്തിന് അങ്ങനെ വിളിക്കണം. കാര്യം കുറെ 1000-1500 പേരെ കൊണ്ടുവന്ന് ഇരുത്തിട്ട് പണിയെടുപ്പിക്കുക. ഭക്ഷണമില്ല, ഗരുഡയുടെ നമ്മളൊരു ജയന്തിയിലേക്ക് ഓർമ്മയുണ്ടോ? ആ ജയന്തിയില് എപ്പ വീഴുന്ന നിൽക്കുന്ന ഒരു ജയന്തിയിൽ അതിൽ കയറി നിന്നിട്ടാണ് അല്ല അവിടെ ഒരു കാക്കയ്ക്ക് പോലും ഇരിക്കാനുള്ള സ്ഥലമില്ല അല്ലേ? ഒരു 700-800 ഏക്കർ സ്ഥലത്ത് ഒരു സെന്ററിൽ നമ്മളൊരു സെറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു കുളം, ഒരു അമ്പലം, അങ്ങനെ ഗ്രാമത്തിന്റെ സെറ്റുകൾ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോ ഷൂട്ട് കൂടുതലും രാത്രിയാണ്. അപ്പോൾ ഇവരെല്ലാം ഒരു 2 മണി 3 മണിയാകുമ്പം കൊണ്ടുവരുന്നു. രാവിലെ 6 മണിയാകുമ്പോൾ ഇവർ തിരിച്ചു പോകുന്നു. വീണ്ടും അതേപോലെ കുറച്ചു നേരം ഉറങ്ങിയിട്ട് വീണ്ടും ഉച്ചയ്ക്ക് വരുന്നു. വീണ്ടും രാവിലെ 6 മണിയാകുമ്പോൾ പോകുന്നു. അതിനെയാണ് KGF എന്ന് വിളിക്കുന്നത്. ലേബർ ക്യാമ്പ് പോലെ. പക്ഷെ അതൊരു മൊട്ട കുന്നാണ്. അവിടെ ഒരു കുതിര ഓടിക്കാൻ പോണം, കളറി പഠിക്കാൻ പോണം. പിന്നെ അവിടെ കുറച്ച് പോത്തുകളും കുറച്ച് ആടുകളും കോഴികളും മാത്രമേ വേറെ മൃഗങ്ങളായിട്ടുള്ളൂ. അപ്പൊ ഈ കാക്കയൊക്കെ പറന്നു പോകുമ്പോ ടോയി ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ തണല് പൊരിഞ്ഞ ചൂടല്ലേ. രാവിലെ ഷൂട്ട് വരുന്ന സമയത്ത് അല്ലേ ഫോഗ് ഒക്കെ വന്നിട്ട് രാത്രി നമ്മള് സ്വെറ്റർ ജാക്കറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യും. സ്ട്രോങ് അല്ലേ? അപ്പം കുറെ വിശേഷങ്ങൾ സംസാരിച്ചു. ഇപ്പൊ ഒരു വീഡിയോ ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുണ്ട്, ഒന്ന് കാണിക്കട്ടെ. ഏതാണ്? അയ്യോ അതല്ലോ. അപമാനത്തിനാവുന്നത് പടത്തിന്റെ പ്രൊഡ്യൂസർ. പക്ഷെ അവിടെ ബേസിലെ സന്തോഷം എത്ര ഞാൻ പറഞ്ഞില്ല. ഞാൻ വേറെ 2 ഇന്റർവ്യൂല് പറഞ്ഞു ഇവനെ സമീർ ഖാനെ കാണുന്ന സമീർ ഖാൻ പറയാ അവൻ ലൊക്കേഷനിൽ വന്നിരുന്നിട്ട് ഈ വീഡിയോ എല്ലാരും കൊണ്ട് കാണിക്കും. അത് മാത്രമല്ല ഇടയ്ക്ക് നോക്കിയിരുന്നിട്ട് ഇതന്നെ പരിപാടി.
ആ സെറ്റില്. പക്ഷെ ഇത് ടോബി, ഞാൻ നിനക്ക് പണ്ടൊരു വീഡിയോ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. എന്റെ ബർത്ത്ഡേയുടെ ആണെന്ന് തോന്നുന്നു, എന്തോ ഒരു സെലിബ്രേഷൻ അവിടെ നടക്കുകയാണ്. ആ അപ്പൊ അത് പടത്തിന്റെ ആണോ, കേക്ക് കട്ട് ചെയ്തു. അപ്പൊ ടോബി എല്ലാവർക്കും കൊടുക്കുന്നു. ഒരാള് മാത്രം, ഒരു ചേട്ടൻ, പുള്ളി ഒരു 10 പ്രാവശ്യം വാ തുറന്നിട്ടുണ്ട്. ഇവൻ ഇത് മാത്രം കണ്ടു, ബാക്കി എല്ലാവരും കൂടി പുള്ളി ഇവനിത് മാത്രം കണ്ടിട്ട് ഇവൻ അയച്ചു കൊടുത്തത്. അദ്ദേഹം വന്നാൽ ഇപ്പോൾ കേക്ക് കൊടുക്കുന്നത് ആ വീഡിയോ ഞങ്ങൾ കുത്തിപ്പൊക്കുന്നേ, എന്നിട്ട് ഇതിന്റെ അടിയിൽ ഇടാം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിച്ചത്. ഞാൻ കൂടുതൽ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. അത്രയൊന്നുമില്ല. അപ്പൊ നമുക്ക് ടോവിനോ ചേട്ടൻ സീസൺ 2 വരണം കേട്ടോ, ഞാൻ വിളിക്കും. ഓക്കെ, അതൊരു പട്ടത്തിലായി. ചേച്ചിനെ വിളിക്കണ്ട്, എല്ലാരും വരണം, എല്ലാരും വന്നിട്ട് പോയാ മതി. ശരി. അപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കും അടുപ്പിച്ച് കുറെ ഹിറ്റുകൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ആ ഒരു ചരിത്രം ഇതിലൂടെ വീണ്ടും ആവർത്തിക്കപ്പെട്ടിട്ട് അജയന്റെ 2ാം മോഷണത്തിന് എല്ലാവിധ ആശംസകളും. ഇനി വേറെ 2 ടൈലന്റ് ഉണ്ട് ഇന്റർവ്യൂ. ശ്രീനിവാസൻ ചെയ്ത ഷോയാണ് ഇത്. നിങ്ങൾ അല്ല, ഇതിനൊരു 3ാം മോഷണം അങ്ങനെ എന്തെങ്കിലും പാർട്ട് എക്സ്പെക്ട് ചെയ്യാമോ പ്രേക്ഷകർക്ക്? മൂന്നാം വർഷത്തിന് സാധ്യത ഇല്ല, പക്ഷെ ഇതിന് സ്പിൻ ഓഫുകൾക്കൊക്കെ സാധ്യതയുണ്ടാവും. ഉണ്ട്. ഓക്കെ, 2ാമത്തെ ഇപ്പം 2ാം മോഷണം അല്ലേ, സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പ്രേക്ഷകർക്ക് മനസ്സിലാകും എന്തായിരുന്നു അജയന്റെ 1ാം മോഷണം. ഒന്നാം മോഷണം കഴിയുമ്പോൾ ആണല്ലേ? അപ്പൊ എല്ലാ പ്രതീക്ഷയ്ക്കും ആകിയിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്, എല്ലാവിധ ആശംസകളും. താങ്ക് യു.